ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ചെയ്യാം. ചുരിദാറിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അതിനായിട്ട് ബ്ലൂ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 നൂല് മതി. ഒരു എംബ്രോയ്ഡറി ത്രെഡിൽ 6 നൂലാണുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നൂലെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള നൂല് കട്ട് ചെയ്തെടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെ പതിയെ വലിക്കുകയാണെങ്കിൽ ഒരു ത്രെഡ് കിട്ടും. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യം വലിച്ചാൽ 3 ത്രെഡ് കിട്ടും. ബാക്കി 3 അതിലുണ്ടാവും. ഇതുപോലെ രണ്ടാമത്തതും ഇങ്ങനെ വലിക്കുകയാണ്. അല്ലാതെ എടുക്കാൻ ശ്രമിച്ചാൽ ഫുള്ള് കുരുങ്ങി കെട്ടൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂചിയിലോട്ട് കോർത്തിട്ട് ഒരു തുമ്പ് മാത്രമാണ് കെട്ടിട്ടെടുക്കുന്നത്. അങ്ങനെ വളരെ നൈസായിട്ട് ചെയ്യാനുള്ളൊരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഞാനൊരു ഫ്ലവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മറ്റേ ഫ്ലവർ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഫ്ലവറിൻ്റെ ആ മുകൾ ഭാഗത്തു നിന്നാണ് കുത്തിയെടുക്കേണ്ടത്. പിന്നെ താഴത്തുനിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് സൂചിയുടെ മുകളിൽ കൂടി ആ ഒരു നൂല് ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ ബട്ടൺ ഹോളൊക്കെ തയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണിത്. നല്ല ഭംഗിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ചില്ലേ, സാറ്റിൻ സ്റ്റിച്ചിന് നൂല് ആ സൂചിയുടെ മുകൾ വശത്തൂടെ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഈ നൂല് മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ ഇട്ടെടുക്കുമ്പോഴാണ് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ലഭിക്കുന്നത്. അപ്പോൾ ഈ പൂവ് ഓരോന്നും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇതളിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ഇങ്ങനെ ഓരോ കുത്തും ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ അളവിൽ വെച്ച് ഇങ്ങനെ മുകളിലോട്ട് പൊക്കൊണ്ടിരിക്കണം. താഴെ എല്ലാം ഒരേ അളവിൽ തന്നെയാണ്. അപ്പോൾ ഒരു പെറ്റൽ ഇത് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സൂചിയുടെ മുകളിൽ കൂടി ഈ ഒരു നൂലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് സാറ്റിൻ സ്റ്റിച്ചായി പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടും 2 ടൈപ്പാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ ചെയ്തെടുക്കുകയാണ്. 6 നൂലിലും ചെയ്യാം, പക്ഷേ 3 നൂലിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനത് എല്ലാം തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ എല്ലാം ചെയ്യുക. ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ നടുവിലോട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതിന് 2 നൂലും 6 നൂലാണ് യൂസ് ചെയ്യുന്നത്. 2 നൂലും ഒരേപോലെ കെട്ടിട്ടെടുക്കണം. എന്നിട്ട് ആദ്യം കുത്തിയെടുത്തിട്ട് ജസ്റ്റ് ആ ഒരു സൂചിയിൽ ഇങ്ങനെ ഒരു കെട്ട് പോലെ ഇടണം. എന്നിട്ട് വലിച്ചിട്ട് വീണ്ടും ഒന്ന് കുത്തി താഴ്ത്തിയെടുക്കുകയാണ്. ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസിൽ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു നടുവിലെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഈ പൂമ്പൊടിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നടുവിലെ പോർഷൻ കംപ്ലീറ്റും ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ലീഫിനായിട്ട് എൻ്റെ കയ്യിൽ ഗ്രീന് തീർന്നു പോയത് കാരണം ഈ ഒരു ഗ്രീനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീന് അതും 3 നൂല് ഞാൻ എടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ മുകൾ ഭാഗത്ത് ആദ്യം കുത്തിയെടുക്കുക. അതിനുശേഷം ഈ ഏകദേശം നടുവിലെത്തേണ്ട അതിന് മുന്നേ ഇങ്ങനെ കുത്തി മുകളിലോട്ട് എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സൂചിയുടെ മുകളിൽ കൂടി ആ നൂല് ഇങ്ങനെ ഇട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തതും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ലീഫും ഇങ്ങനെ ചെയ്തെടുക്കുക. മാക്സിമം ലീഫ് വരച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വേറെ ഷേപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തേത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നടുവിൽ കുത്തിയില്ലേ, അതിന് തൊട്ട് താഴെ തന്നെ അടുത്തത് കുത്തിയിട്ട് നെക്സ്റ്റ് ആ ഒരു മുകളിൽ കുത്തിയതിൻ്റെ തൊട്ട് താഴെ വീണ്ടും എടുക്കുക. 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഒരുപാട് ചെയ്തിട്ടാണ് ഇങ്ങനെയെങ്കിലും എത്തിയത്. ഞാൻ പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞത്, ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഈ ലീഫ് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. പിന്നെ ലീഫിന് നടുവിൽ കുറച്ച് ഗ്യാപ്പിടും, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എങ്കിലേ ആ ഒരു ലീഫിൻ്റെ നടുവിലുള്ള ആ തണ്ട് ആ ഒരു ഭാഗം പോലെ കിട്ടുള്ളൂ. ഇത് ഞാൻ സ്പീഡപ്പ് ചെയ്ത് കാണിക്കുകയാണ്. ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കാരണം ഒരു സ്റ്റിച്ച് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ലീഫ് പിന്നെ മുകൾ ഭാഗത്തു നിന്നാണ് വീണ്ടും തുടങ്ങേണ്ടത്. അങ്ങനെ ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്വീക്വൻസ് വർക്കാണ്. ഒരുപാട് വലിയ വർക്കല്ല, ജസ്റ്റ് സ്വീക്വൻസ് ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചുരിദാറിലൊക്കെ ആണെങ്കിൽ സ്വീക്വൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പേളോ ബീഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ബ്ലൂ കളർ നൂല് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്വീക്വൻസ് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ
അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് വെക്കുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല. ഇത് ചുരിദാറിന് ബെസ്റ്റായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.